is India's first animated live tuition. Hello മക്കളെ, എന്താണ് ഇത്? എത്ര ദിവസമായി എന്റെ പൊന്നു മക്കളെ കണ്ടിട്ട്? എവിടെയാടാ? ഹലോ ഗൈസ്, എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടുള്ള കുട്ടപ്പന്മാരായിട്ടൊന്ന് പെട്ടെന്ന് വന്നേടാ, റെഡി ആയിട്ടൊന്ന് വന്നേടാ മക്കളെ. ഹലോ അഫാൻ, നജിൽ, അമീൻ. എന്നൊന്ന് ബാക്ക് അടിച്ചിട്ട് കുട്ടികളെ കാണാൻ. അതാരാ? അനന്തു. അതാരാ ഫസ്റ്റ് ഉള്ളത്? വീഡിയോയിൽ ആളില്ലാത്ത ആളാരാ? അഭിനവിന്റെ ചെയർ മാത്രമാണ് എല്ലാ ദിവസവും. അഭിനവിന്റെ ചെയർ മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. എന്താടാ അഭിനവേ? അനന്തു, നാജിൽ. ഹലോ നാജിൽ. ആഹാ, പഠിച്ചിട്ടാന്നോ വന്നേ? ഏത് ചാപ്റ്റർ ആയിരുന്നു റിവിഷൻ എടുക്കാൻ പോകുന്നത്? ഏത് ചാപ്റ്റർ ആയിരുന്നു റിവിഷൻ എടുക്കാൻ പോകുന്നത്? ഏതാ? ശരിയാണ്. വെയിറ്റിംഗ് ഫോർ റെയിൻ അല്ലേ? ആ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് മക്കളെ ഇന്ന് നമുക്ക് റിവിഷൻ എടുക്കാനുള്ളത്. ഇതെന്താ ജീന ടീച്ചർ? അമീൻ എന്താ ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? അനന്തു എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? ആഹാ, അനന്തു ഇനി മിറർ ഇമേജ് സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ ഒന്ന്. ഇടയില് അല്ലെങ്കിൽ അനുപടിനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഇവിടെ സെറ്റ് ആക്കി കാര്യമില്ല. മിറർ ഇമേജ് ഓക്കെ ഗൈസ്, എടാ അമ്മീനും കൂടി ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ സെറ്റ് ആയിരുന്നു. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യം തന്നെ ഏതായിരുന്നു ചാപ്റ്റർ പറഞ്ഞത്? വെയിറ്റിംഗ് ഫോർ റെയിൻ ആണ്. അഭിനവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. അഭിനവ് അൺമ്യൂട്ട് ചെയ്തേ. ഓട്ടോ അൺമ്യൂട്ട് കൊടുത്തിട്ടില്ല. അഭിനവ് അൺമ്യൂട്ട് ചെയ്താടാ. ഹലോ അഭിനവ്, ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡൽ ഫോൺ വെക്കട്ടാ. ഓക്കെടാ അഭിനവ്, അതായത് വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ആ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എഴുതിയത് ആരാണ്? പറഞ്ഞ അഭിനവ്. I can't hear. ആരാടാ അഭിനവ്? അറിയില്ല. വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ചാപ്റ്റർ എഴുതിയത് ആരാണ്? അനിത നായർ എഴുതിയതാണ് വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ചാപ്റ്റർ. ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ അനുപടിനോട് ചോദിച്ചോ. ഇതായി പോവല്ല. ഓക്കെ, എല്ലാം പോയി പോവല്ല. ഓക്കെ, അനിത നായരാണ് എഴുതിയത്. വെരി ഗുഡ്. അപ്പോൾ നാജിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. നാജിൽ. അയ്യോ ഗ്രീൻ കട്ട് വന്നു. വേണ്ട പ്രശ്നമില്ല. പ്രശ്നം അനുപടിനോട് ചോദിച്ചാൽ മതി. ഇവിടെ എന്റെ ഇവിടെ ഷോൾഡറിൽ ഗുഡ് ഈവനിങ് നാജിൽ. അതായത് അനിത നായരുടെ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നമ്മുടെ അനിത നായർ ഏതോ ഒരു സ്ഥലത്ത് നിന്നും ഏതോ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാണ്. ഏത് സ്ഥലത്ത് നിന്നാണ് അവര് വരുന്നുള്ളത്? അറിയില്ലെങ്കിൽ എവിടെ നിന്നാണ് നാജിൽ വരുന്നുള്ളത്? മുംബൈയിൽ നിന്ന് എവിടേക്കാണ് പോകുന്നത്? അറിയില്ല. അനന്ത് പറഞ്ഞേ. ബാംഗ്ലൂരിൽ നിന്നും എവിടേക്കാ? കേട്ടോ മോനെ നാജിൽ? തിന്നോണ്ടിരുന്നാ പോലെ കേൾക്കണം കുറച്ചൊന്ന്. ശരിയാ, ഞാൻ അങ്ങനെ പറഞ്ഞിടത്തുന്നോട്ടാ. എടാ
അതായത് ബാംഗ്ലൂരിൽ നിന്നും എവിടേക്കാ പോയേ? ആ എവിടേക്കാ പോയേ? കേരളയിലേക്ക് പോയതാണ്. യെസ്, മാറി താങ്ക് യു. കേരളയിലേക്കാണ് പോയത് അല്ലേ? അപ്പൊ നാജിൽ എന്താ ചെയ്യേണ്ടത് ഇനി? ഈ ഒരു സംഭവത്തെ എന്താണ് മാം ഒരു സെന്റൻസ് എഴുതി തരാം കേട്ടോ. അനിത നായർ അനിത നായർ traveling from Bangalore to കേരള. ഇങ്ങനെ ഒരു 25 ടൈംസ് മതി കേട്ടോ. ഇത്ര പ്രാവശ്യം എഴുതിയിട്ട് മാമിനൊന്ന് അയച്ചു തരണം കേട്ടല്ലോടാ. ഓക്കെ, ഇനി നമുക്ക് റിവിഷനിൽ അല്ലല്ല വേറെ ആരും ചോദിക്കാൻ ബാക്കിയുണ്ട്. അഫാൻ, ഹലോ അഫാൻ. അഫാൻ എന്താന്ന് അറിയോടാ? അതായത് ഒരു നമ്മുടെ ഈ ഒരു അനിത നായർ ഉണ്ടല്ലോ, വരുന്ന സമയത്ത് വല്ലാത്ത ഒരു കാര്യം വല്ലാതെ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത്? റെയിൻ. എന്നാൽ ആ റെയിൻ എന്നിട്ട് ലാൻഡ് ചെയ്തപ്പോ വന്നോ? ഇല്ല, ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ആരാപ്പ ചോദിക്കാൻ ബാക്കിയുള്ളത്? അമീൻ, can you unmute? അമീൻ. അഫാൻ എന്താ സുഖയില്ലടാ? അഫാന് വയ്യേ? ആണോ? ഹോസ്പിറ്റലിൽ പോയില്ല? ഹോസ്പിറ്റലൊക്കെ പോയി. ഓക്കെ ആയില്ലേ? ഓക്കെ ട്ടാ. അനിത നായർ, അനിത നായർ എന്താണ് എന്താണ് എന്താണ്? കുറച്ച് നേരത്തെ 2 മിനിറ്റ് മുമ്പ് വരെ കൊതുല്ലേ, കൊതു അതൊക്കെ ഞാൻ ബുക്ക് വെച്ച് പരിപാടി കൊതുകിന് ശരിയാവട്ടാ, കെയർ ചെയ്തോട്ടാ. എടാ അനിത നായർ എന്ന് പറഞ്ഞ ഇവരാണ് കേട്ടോ. ഇവരാണ് എഴുതിയിട്ടുള്ളത് ഈ ഒരു ചാപ്റ്റർ. വലുതായിട്ടൊന്നും ഇങ്ങനെ സ്ത്രീയെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ റിവിഷന്റെ ടൈമില്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം, ഒരു റിവിഷനിലോട്ട് പോകാം കേട്ടോ. നിന്നാളേറ്റ സ്റ്റാർട്ടിങ് തന്നെ നോക്കിക്കേ എന്താണെന്ന് മിസ് ഒന്ന് സമ്മറി ആയിട്ട് പറഞ്ഞു തരാവേ, ശ്രദ്ധിക്കണേ. നിന്നാളേറ്റ ഈസ് ഓൺ എ ഫ്ലൈറ്റ് ടു കേരള. കേരളയിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര പോവുകയാണ് നമ്മുടെ നറേറ്റർ. And the plane begins to shake because of turbulence. ആ സമയത്താണ് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്താണ് വലിയൊരു ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഫ്ലൈറ്റിനെ ഷെയ്ക്ക് ആവുന്നത്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് എസ്പെഷ്യലി ദി യങ് മൈഗ്രന്റ് വർക്കേഴ്സ് റിട്ടേണിംഗ് ടു കേരള. അതായത് കുറെ വർക്കേഴ്സ് ഉണ്ട്, അതില് കുറെ ആൾക്കാരുണ്ട്. ആ കുറെ ആൾക്കാരില് എസ്പെഷ്യലി ഉള്ളത് ഒരു യങ് ആയിട്ടുള്ള യുവാക്കളെ പോലെ ആയിട്ടുള്ള കുറച്ച് മൈഗ്രന്റ് ആയിട്ടുള്ള, അതായത് വേറെ നാട്ടിൽ നിന്നും വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ആ ഒരു ഫ്ലൈറ്റിലുള്ളത്. അവരൊക്കെ ഗ്രോ സൈലന്റ് ആൻഡ് ആൻഷ്യസ്. എല്ലാവരും വല്ലാതെ പേടിച്ചു. ഒരു ശബ്ദം കേട്ടപ്പോ വല്ലാതെ പേടിച്ചു, വല്ലാതെ ആൻഷ്യസ് ആയി, ടെൻഷൻ ആയി എല്ലാവർക്കും. The narrator, however, is the only one who feels happy about the turbulence because it signals wind currents and the possible arrival of the southwest monsoon. എന്തുകൊണ്ടാണ് നമ്മുടെ അനിത നായർ ഉണ്ടല്ലോ, അനിത നായറിന് മാത്രാണ് സന്തോഷമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൗണ്ട് കേട്ടപ്പോ. ബാക്കി എല്ലാ ആൾക്കാർക്കും വല്ലാതെ പേടിയായി, വല്ലാതെ ആൻഷ്യസ് ആയി, വല്ലാതെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടായി അനിത നായറിന് മാത്രത്തെ സന്തോഷമാവാനുള്ള കാരണം എന്താ? ബിക്കോസ് അവൾ എന്താണ് പ്രതീക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നുള്ളത്? മഴയെ ആഗ്രഹിച്ചിട്ടാണ് നാട്ടിലോട്ട് വരുന്നുള്ളത്. സോ ആ ഒരു ടർബ്യുലൻസിന്റെ എന്താണ് അത്? സിംറ്റം എന്താണ്? മഴ വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സൂചന ആയിരുന്നു ഈ ഒരു ടർബ്യുലൻസ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് വല്ലാതെ സന്തോഷാവാണ്. കാറ്റിന്റെയും മഴയുടെയും കോളാണല്ലോ അത് വരുന്നത് എന്ന് വെച്ചിട്ട് ഇവൾക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റിലെ നമ്മുടെ അനിത നായർ മാത്രാണ് ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടോ
which everyone has been wait happy about the turbulence because possible arrival of the southwest monsoon. ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നതിന്റെ ഒരു അടയാളമായിരുന്നു അവിടെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ which everyone has been waiting for, എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു മഴയെയാണ് എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? Yes, and for weeks the narrator has been calling up parents daily to ask whether it's raining in her village. അതായത് നമ്മുടെ ഒരു അനിത നായരുണ്ടല്ലോ, അനിത നായർ എല്ലാ ദിവസവും ഇങ്ങനെ അമ്മക്ക് വിളിക്കും. അമ്മക്ക് വിളിച്ച സമയത്ത് എല്ലാ സമയത്തും ഇവര് ചോദിക്കുന്നത് എന്താ? അമ്മേ അവിടെ മഴ പെയ്യുന്നുണ്ടോ? അമ്മേ അവിടെ മഴയുണ്ടോ? അമ്മേ അവിടെ ഇടിയുണ്ടോ? കാലാവസ്ഥ നല്ല മഴയുടെ കാലാവസ്ഥ ഒക്കെ വരാൻ തുടങ്ങിയോ? ഇങ്ങനെയുള്ള ചോദ്യമായിരുന്നു നമ്മുടെ അനിത നായർ കൂടുതലും ചോദിച്ചിരുന്നത്. ആ ഒരു വില്ലേജിലേക്ക് റെയിനിങ്ങിന്റെ ആ ഒരു വെതർ വരുന്നുണ്ടെന്ന് പറയുമ്പോ ഇവർക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ടോ ബട്ട് ഈവൻ ദോ ഇറ്റ്സ് ഓൾറെഡി ദ മന്ത് ഓഫ് കർക്കിടകം, എന്നിട്ട് മഴ വന്നോ? കൊച്ചിയിലേക്ക് ലാൻഡ് ആയ സമയത്ത് നോക്കുമ്പോ മഴയില്ല, നോ മഴ. അവിടെ ടർബ്യുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ആ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ആ ലാൻഡ് ആയ സമയത്ത് മഴയൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലാണ് ആകാശത്ത്. എന്താണ് ഈ ഒരു കാലം? ഏതാണ്? കർക്കിടക മൺത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊരു കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ എങ്ങനെയാ ഉണ്ടാവാറുള്ളത്? കർക്കിടക മാസത്തിൽ എങ്ങനെയാ ഉണ്ടാവാറുള്ളത്? when heavy rains are expected. ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് വല്ലാതെ ഈ ഒരു മഴയെ എക്സ്പെക്ട് ചെയ്യുന്ന, മഴയെ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സമയമാണ് അല്ലേ? yes, the rain has not arrived. എന്നിട്ടും മഴ ഇതുവരെ എത്തിയിട്ടില്ല. കേരള റിമൈൻസ് ഡ്രൈ. കേരള എന്താവാൻ തുടങ്ങി? ഉണങ്ങാൻ തുടങ്ങി, ഡ്രൈ ആവാൻ തുടങ്ങി. her mother also worries and asks where has the rain gone. എന്നിട്ട് അവളുടെ അമ്മയുണ്ടല്ലോ അനിത നായരുടെ അമ്മക്ക് ഇങ്ങനെ ടെൻഷനാണ്, സങ്കടാണ്. ഇങ്ങനെ ടെൻഷനായിട്ട് ചോദിക്കും, എവിടെ പോയി ഈ ഒരു മഴ, എവിടെ പോയി എന്ന് ടെൻഷൻ അടിച്ച് ചോദിക്കും. അഭിനവ് എന്താണ് വീഡിയോ ഓഫ് ചെയ്യുന്നേ? എന്താണ്? തനുഷ്. ഹലോ തനുഷ്. തനുഷ് എന്താ ലേറ്റ് ആയ? തനുഷ് എന്താ ലേറ്റ് ആയ? ആടാ ഞാൻ ലേറ്റ് ആയിട്ട് മിസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ലേറ്റ് ആയി പോയി മിസ്. ആണോ? അത് കണ്ടില്ലടാ. ഓക്കേട്ടാ. അപ്പൊ ഈ ആൾക്കാർക്ക് മിസ് ചോദ്യം ചോദിച്ചിട്ടില്ല. ഓക്കെ, ആദ്യം തന്നെ തനുഷിനോട് ചോദ്യം ചോദിക്കാം. തനുഷ്, എടാ മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാപ്റ്റർ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് അല്ലേ? റിവിഷൻ എടുക്കുന്ന ചാപ്റ്റർ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ തനുഷിനോട് മിസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് അനിത നായർ നാട്ടിലോട്ട് പോകുന്നുണ്ടല്ലോ, ആ നാട്ടിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് അവര് പാതിരാത്രിക്ക് ഞെട്ടി എണീക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞെട്ടി എണീറ്റത്? പാതിരാത്രിക്ക് ഞെട്ടി എണീറ്റത് എന്തുകൊണ്ടാ? ഒരു 2 മണിക്ക് രാത്രി എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ തനുഷ്? ഐ കാൺട്ട് ഹിയർ. അറിയില്ല അല്ലേ? അറിയില്ല അല്ലേ? അറിയാമോ? അറിയാമോ തനുഷ്? തനുഷ് ഹലോടാ, കേൾക്കുന്നില്ലല്ലോ മോന്റെ സൗണ്ട്. മോന് കമന്റ് ഇടാൻ പറ്റുമോ? ആൻസർ ഒന്ന് കമന്റ് ഇടാൻ പറ്റുമോ തനുഷിന്? തനുഷിന് ആൻസർ ഒന്ന് കമന്റ് ഇടാൻ പറ്റുമോ? ഇനിക പറഞ്ഞേ. ടർബ്യുലൻസ് അല്ല തനുഷ്. Rain and lightning so loud. മഴയും പിന്നെ ഇടിമിന്നലാണോണ്ടാണ് അനിത നെറ്റി ചെണിച്ചു പോയത്. എവിടേക്കായിരുന്നു മഴ പെയ്ത സൗണ്ട് കേട്ടത്? ബാംഗ്ലൂരില്. ബാംഗ്ലൂരിലാ? അനിതന്റെ നാട്ടിൽ കേരള. കേരളത്ത് അവൾ ഉറങ്ങുന്ന സമയത്ത്
ഈ മഴയും ഇടിമിന്നലായിട്ടായപ്പാണ് ഓളെ നെറ്റി എണീച്ചത്. അതെങ്ങനെയാ പുറത്ത് ഇടിമിന്നലും മഴയൊക്കെ വരുന്നത് ഇവൾക്ക് അറിഞ്ഞ്? സൗണ്ട്. ആ, എവിടെയൊക്കെയുള്ള സൗണ്ട് ആയിരുന്നോ? ഇടിമിന്നൽ സൗണ്ട്. ഇടിമിന്നലിന്റെ സൗണ്ട് അല്ലടാ. എന്തിന്റെ സൗണ്ട് ആയിരുന്നു? സ്ട്രോങ് വിൻഡും. അതൊക്കെ ഉള്ളത് ഇവിടെ അല്ലടാ. അത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിരുന്നു. അത് ഇവിടെ അല്ല. തനുഷ് വീഡിയോ ഓഫ് ചെയ്ത് പോയില്ലേ തനുഷ്? ആ, ഓക്കെ. എടാ, അതായത് ആര് പറയും? ഹൂ കൻ സേ കറക്റ്റ് ആൻസർ? ആർക്ക് പറയാൻ പറ്റും? ആ, അഫാൻ പറഞ്ഞേ. മഴ മറ്റേ ടൈമർ സൗണ്ട് ഇട്ട്. വെരി ഗുഡ്. ആ റൂഫ് ടൈലിന്റെ മുകളിലേക്ക് മഴ വരുന്നതിന്റെ, മഴ അടിച്ച് പെയ്യുന്നതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് 2 മണിക്ക് അവര് എട്ടി എണീറ്റത്. കേട്ടോ തനുഷ? ഇനിക, തനുഷ് ഇതിനെ 30 ടൈംസ് എഴുതുക. ഇനിക ഇതിന് കുറച്ച് ആൻസർ പറഞ്ഞത് കൊണ്ട് 10 പ്രാവശ്യം എഴുതുക. ഓക്കെ ഓക്കെ, ഇമ്പോസിഷൻ ഓക്കേടാ. ഓക്കെ ഗൈസ്, നമുക്ക് വീണ്ടും ക്ലാസ്സിലോട്ട് പോകാം. എന്തായിരുന്നു മിസ് പറഞ്ഞത്? ബട്ട് അത് പറഞ്ഞു. ഇൻ ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ എങ്ങനെയായിരുന്നു? ദി നറേറ്റർ ലിവ്സ്. ആ നറേറ്റർ താമസിക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. ആ ബാംഗ്ലൂരിൽ സ്ട്രോങ് വിൻഡ്സ് ഹാവ് ബീൻ ബ്ലോയിങ് ഫോർ ഡേയ്സ് പുഷിംഗ് ദ മൺസൂൺ ക്ലൗഡ് അവേ. അതായത് വല്ലാത്ത കാറ്റ് വീശുന്നുണ്ട് അവിടെ. നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇതിനെ, ബാംഗ്ലൂരില് വല്ലാത്ത കാറ്റാണ്, സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്മിങ് ഡേയ്സ്, ഈ ഒരു പാസ്റ്റ് ഫ്യൂ ഡേയ്സില് വല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള കൊടുങ്കാറ്റായിരുന്നു. പുഷിംഗ് ദ മൺസൂൺ ക്ലൗഡ് അവേ. ആ മൺസൂൺ കാർമേഘങ്ങളെ അകറ്റി കളയുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു അവിടെ വീശിക്കൊണ്ടിരുന്നത്. സോ ഷി ട്രാവൽസ് ടു കേരള ഹോപ്പിംഗ് ടു വിറ്റ്നസ് ദ മൺസൂൺ. അതുകൊണ്ട് ഇവൾ എന്താ ചെയ്തത്? ഈ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് നല്ല വിശ്വാസത്തോടെ, പ്രതീക്ഷയിലോടാണ് പോയത്. മൺസൂൺ ഇവിടെ ആസ്വദിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോട് കൂടിയായിരുന്നു പോയത്. But when she lands in Kochi, she sees only grey skies and dry, pale greenery. The monsoon still has not broken. എന്തായിരുന്നു? എന്നിട്ട് അവള് കൊച്ചിയിൽ ലാൻഡ് ആയ സമയത്ത് ആകാശമൊക്കെ ഫുള്ള് വെയിലുണ്ട് അല്ലേ? അവൾക്ക് എന്താ, വെറുതെ ഒരു ഗ്രേ സ്കൈ മാത്രമാണ് കാണുന്നത്. ഒരു ഉണങ്ങിയ ഒരു ഗ്രേ സ്കൈ മാത്രമാണ് അവൾക്ക് കാണുന്നത്. ഗ്രീനറി ആയിട്ടുള്ള പെയിൽ ഗ്രീനറി എന്ന് പറഞ്ഞാല് തോക്കിന്റെ കളർ ആയിട്ടുള്ള ആ ഒരു ഗ്രീനറി. ഓക്കെ, അതുപോലെ തന്നെ ഈ മൺസൂൺ സ്റ്റിൽ ഹാസ് നോട്ട് ബ്രോക്കൺ. മൺസൂൺ ഇപ്പോഴും വന്നിട്ടില്ല. People in the village tell her that the summer drought was the worst in nearly 20 years. ഈ 20 വർഷമായിട്ട് ഇങ്ങനെയാണ് കളിച്ചോണ്ടിരിക്കുകയാണ് മൺസൂൺ. കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഇങ്ങനെയാണ് ആര് പറഞ്ഞത്? വില്ലേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുള്ളത്. ഇങ്ങനെയായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കേരളം ഡ്രൈ ആയി പോകും അല്ലേ? വരണ്ടു പോകും, വരൾച്ച വരും. Wells and canals have dried up. കിണറുകളും കനാലുകളൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങി. The water table has dropped drastically and increasing construction and tree cutting have damaged the land. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ എന്താണ്, ഈ കൺസ്ട്രക്ഷനും മരം മുറിക്കലും അതുപോലെ തന്നെ ബിൽഡിംഗ് കെട്ടലും ഫാക്ടറീസ് ഉണ്ടാക്കലും അതൊക്കെ കൂടിയത് കൊണ്ടാണ് മക്കളെ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം. മഴ വരാതിരിക്കാൻ ആരാണ് കാരണക്കാര്? നമ്മൾ തന്നെയല്ലേ, മനുഷ്യന്മാർ തന്നെയല്ലേ കാരണക്കാര്? ഓഫ് കോഴ്സ് യെസ്. അതായത് ഈ മനുഷ്യന്മാർ എന്താ ചെയ്തത്? അവരുടെ കൺസ്ട്രക്ഷൻ വർക്കും, അവരുടെ ഈ മരം മുറിക്കലും, അവരുടെ ഈ പാടമൊക്കെ നിരത്തി എന്തൊക്കെയോ ഫാക്ടറീസ് ഒക്കെ പണിയലും ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് മഴ ദൂരെ പോയത്. എന്നിട്ടോ everyone is worried because even though it is already a week into Karkidakam, the monsoon has still not planted its feet. അതായത് ഈ ആൾക്കാരൊക്കെ, അവിടെയുള്ള വില്ലേജസ് ഒക്കെ വല്ലാത്ത വറിയാണ്, വല്ലാത്ത ടെൻഷനാണ്. എന്തുകൊണ്ടാ? ഈ കർക്കിടകം സ്റ്റാർട്ടായിട്ട് ഒരാഴ്ച ഓൾറെഡി കഴിഞ്ഞു. എന്നിട്ടും ഈ ഒരു മഴ ഇതുവരെ വന്നിട്ടില്ല, മൺസൂൺ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് വല്ലാത്ത ടെൻഷനിലാണ് ഉള്ളത്. In the evening, ഈ വൈകുന്നേരമായി
her energetic 85-year-old uncle visits. Yeah guys, എന്താണ് നമ്മുടെ 85 വയസ്സുള്ള ഒരു മുത്താപ്പ ആരാ അങ്കിൾ വന്നു വൈകുന്നേരത്തില് നമ്മുടെ എന്താ അനിത നായരുടെ അടുക്കലേക്ക് ഈ ഒരു അങ്കിൾ വന്നു. He has seen both the generosity and the cruelty of the monsoon in the past. അവര് പറയാണ് 85 വയസ്സുള്ള അങ്കിളാണേ. ആ അങ്കിള് പറയാണ് ബോറടിക്കുന്നോ മക്കളെ എന്തിട്ടാ ഉറക്കം തൂങ്ങി നിക്കുന്നേ അഭിനവ് ഒന്ന് എണീറ്റടാ നിങ്ങക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് അറിയാം അതിന്റെ മുഖം കണ്ടാൽ അറിയാം നിങ്ങക്ക് ഉറക്കം വരുന്നുണ്ട് ഒന്ന് എണീറ്റേ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ one hand up one hand down 1 2 3 4 5 6 7 8 9 10 ഇതൊക്കെ ചെയ്തേ എന്റെ കഴുത്തൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയേ ഓക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞതാ എന്നിട്ട് നീ ഉറക്കം തൂങ്ങുന്നുണ്ടല്ലോടി കലറിക്ക് പോയിട്ട് വന്നതല്ലേ അങ്ങനെയാണ് എടാ മതിയടാ അഭിനവേ മതിയടാ ഇതൊക്കെ സ്വിച്ച് ഇട്ട പോലെ അനന്തുന്റെ സ്വിച്ച് ബോർഡാണോ ക്ലാസ് കേൾക്കുന്നുള്ളത് നാജിൽ എങ്ങോട്ടോയി അനന്തുക്ക് ലൈറ്റ് ഇല്ലേ മോനെ അവിടെ എന്റെ ലാപ്ടോപ്പ് അനന്തോ ലൈറ്റ് ഇല്ലേ അനന്തോ വെളിച്ചുള്ള സ്ഥലത്ത് പോയിട്ട് ഇരുന്നൂടെ അനന്തോ ആഹാ നിന്റെ സുഖമൊക്കെ അറിയുന്നുണ്ട് ഇരുട്ടത്ത് കിടന്നുറങ്ങാനല്ലേ അങ്ങനെ വഴിക്ക് വാ ഓക്കെ ഗൈസ് അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിൽ കേക്കടാ ഇങ്ങനെ ഇതാവല്ല ബോറടിക്കുന്ന അപ്പൊ നിങ്ങക്ക് ഇത് ഫുള്ള് കൊറേ പ്രാവശ്യം കേട്ടു എന്നിട്ട് എന്തടി പെണ്ണ ഞാൻ നിന്നോട് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ കറക്റ്റ് ആൻസർ പറയാത്തെ ബാംഗ്ലൂരിലുണ്ടായ കാറ്റ് സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിനെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് പറഞ്ഞത് ഉത്തരം അറിയോ ഇല്ല പഠിപ്പിക്കുമ്പോ ഞാൻ ഇത്ര പ്രാവശ്യം കേട്ടത് എടാ ക്യാമറ ഓൺ ചെയ്ത ഇനിക ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേടാ അപ്പൊ ഞാൻ കറക്റ്റ് അല്ലേ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെയാ അതിന് പെടങ്ങണ്ട അത് ക്യാമറ ഓൺ ചെയ്യും ഓണേടാ ജീന ടീച്ചർ അവളെ അങ്ങോട്ട് പുറത്താക്കൂ ക്യാമറ ഓൺ ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കട മക്കളെ അതായത് മിസ് എന്താ പറഞ്ഞത് അദ്ദേഹം 85ഓളം വയസ്സുള്ള മനുഷ്യനാണ് അങ്കിളാണ് ആ അങ്കിൾ ഉണ്ടല്ലോ പാസ്റ്റ് കുറെ വർഷമായിട്ട് അദ്ദേഹത്തിന് മൺസൂണൊക്കെ സുപരിചിതല്ലേ അദ്ദേഹത്തിന്റെ ആ യങ്ങായിട്ടുള്ള സമയത്തൊക്കെ വല്ലാത്ത നല്ല രീതിയിലുള്ള മൺസൂൺ ആയിരുന്നു അദ്ദേഹം ആസ്വദിച്ചോണ്ടിരുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് എന്താ ഇങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൺസൂൺ ആണ് അല്ലേ എന്നിട്ട് എന്താ പറഞ്ഞ he describes how the rains used to be constant powerful and transforming everything with dampness അതായത് ആ പണ്ടത്തെ കാലത്ത് മോസ് ആൻഡ് മസ്റ്റി സ്മെൽസ് ആ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആ മഴയുടെ രസങ്ങളൊക്കെ പറയാണ് നല്ല ഇങ്ങനെ മണം നല്ല മസ്റ്റി ആയിട്ട് ഇങ്ങനെ സ്മെല്ല് ഇങ്ങനെ എന്താ പുതിയ ആ റെയിൻ ഇങ്ങനെ മണ്ണിലേക്ക് വരുമ്പോ ആ മണ്ണിന്റെ മണം ഉണ്ടല്ലോ അങ്ങനെയുള്ള മണങ്ങളും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് വെറ്റ് പോലെ ഫീൽ ആവും തൊടുന്ന സമയത്തിന് അത്രത്തോളം മഴയായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാണ്
എന്നിട്ടോ ബട്ട് ദിസ് ഇയേഴ്സ് മൺസൂൺ ഈസ് ഡിസപ്പോയിന്റിങ്. ഈ വർഷത്തെ മൺസൂൺ എന്താണ്? ഒരു ഗുണമില്ലാത്ത ഇങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലുള്ള മൺസൂണാണ്. ഈ കാൽസ് കാട്ടിക്കൂട്ടി പോവാ, മനസ്സിലായോ? അദ്ദേഹം അതിനെ പറയുന്നതാണ് ഈ ഒരു മൺസൂൺ എങ്ങനെയുള്ള മൺസൂണാ? കാട്ടിക്കൂട്ടി പോവാ. എന്താണ് ഈ കാട്ടിക്കൂട്ടി പോവാന്ന് പറഞ്ഞാല് വെറുതെ വന്നു വെറുതെ പോവാ, ഒരു പേരിന് വേണ്ടി വരാം. മേക്കിംഗ് എ ബിഗ് ഷോ വിത്ത് ക്ലൗഡ്സ് ആൻഡ് തണ്ടർ ബട്ട് നോട്ട് ഡെലിവറിംഗ് എനി റിയൽ റെയിൻ. അതായത് വെറുതെ ഷോക്ക് വന്നിട്ട് വലിയ ഇടിയും മിന്നലൊക്കെ കൊണ്ടുതരും, എന്നിട്ടോ മഴയാണെങ്കിലോട്ട് വരൂല്ല. അങ്ങനെയുള്ളൊരു കാട്ടിക്കൂട്ടി പോകുന്ന രീതിയിലുള്ള കർക്കിടക മാസമാണ് ഇത്. The narrator goes to bed still waiting. ആ narrator ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ബെഡിലേക്ക് പോയി. At 2 AM, ആ 2 മണിയായ സമയത്ത് she suddenly wake up to the sound of heavy rain on the tiles roof. ആ ഒരു ടൈൽസ് റൂഫ് ഉണ്ടല്ലോ, ആ മേൽക്കൂര ഉണ്ടല്ലോ, ആ മേൽക്കൂരയിലേക്ക് അടിച്ച് പെയ്യുന്ന മഴയുടെ സൗണ്ട് കേട്ടിട്ട് മക്കളെ നമ്മുടെ അനിതാ നായർ ഉണരുകയാണ്. മക്കളെ ഉണരുകയാണ്. എപ്പോഴാണ്? at 2 AM, 2 മണി പാതിരാത്രിക്ക്. The monsoon has finally arrived. കാത്തിരുന്ന മൺസൂൺ അതാ ലാൻഡ് ആയിരിക്കുന്നു. മൺസൂൺ അങ്ങനെ എത്തിച്ചേർന്നു. She feels a deep sense of comfort and warmth as she snuggles under her sheet, listening to the different rhythms of the rainfall. അതായത് നമ്മുടെ ഈ ഒരു റെയിൻ ഉണ്ടല്ലോ, ആ റെയിനിന്റെ ഡീപ്പ് അവൾക്ക് എന്തോ വല്ലാത്തൊരു കംഫർട്ട് ഫീൽ ആണ്. ഈ ഒരു മഴ വന്നപ്പോ വല്ലാത്ത സന്തോഷാണ്. അങ്ങനെ അവള് നല്ല കംഫർട്ടോടെ നല്ല വാമത്തോടെ കൂടി ആ ഒരു ഷീറ്റിന്റെ അണ്ടറിലായിട്ട് അവൾ ഇങ്ങനെ ഇരുന്നിട്ട് മഴ നോക്കാൻ തുടങ്ങി. എന്നിട്ടോ ഈ ഡിഫറെന്റ് ഇങ്ങനെ മഴ ഇങ്ങനെ വല്ലാണ്ട് ചാറുമല്ലോ, അതിന്റെ ആ ഒരു മ്യൂസിക്കൽ ആയിട്ടുള്ള സൗണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അവളവിടെ ഇരിക്കാണ്. In the morning, രാവിലെ she sits on her veranda with a cup of tea. ഒരു കപ്പ് ഓഫ് ടീയും കൊണ്ട് അവള് അവിടെ ഇരിക്കാണ്. Watching the rain as if it were a rare and beautiful visitor. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിസിറ്റർ ഇങ്ങനെ റെയിൻ കാണുന്ന പോലെ അവൾ ഇങ്ങനെ റെയർ ആയിട്ട് വരുന്ന വിസിറ്റർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിസിറ്റർ വന്നപ്പോൾ ഇവൾ ഇങ്ങനെ നോക്കി നിൽക്കാണ് റെയിനെ, കപ്പ് ഓഫ് ടീയും കയ്യിൽ പിടിച്ചിട്ട്. She feels that every raindrop carries a story and a lesson. അവൾ ഇങ്ങനെ വിചാരിക്കാണ് എല്ലാ കുറെ റെയിൻ ഡ്രോപ്സ് ഉണ്ടല്ലോ, റെയിനിന്റെ മഴത്തുള്ളികൾ ഉണ്ടല്ലോ, ആ എല്ലാ മഴത്തുള്ളികൾക്കും എന്തെങ്കിലും ഒരു കഥയൊക്കെ പറയാനുണ്ടാവൂലേ, അങ്ങനെയൊക്കെ അവൾ വിചാരിക്കാണ്. The long awaited monsoon fills her with a sense of peace and makes the world seems beautiful again. അതായത് ഇവൾ ഇത്രത്തോളം കാത്തിരുന്ന ഈ മൺസൂൺ അവൾ വന്നപ്പോ അവൾക്ക് ആ ഒരു സെൻസ് ഓഫ് പീസ് ഉണ്ടല്ലോ, ആ ഒരു സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ആ ഒരു സെൻസ് ഉണ്ടല്ലോ, അത് വന്നപ്പോൾ അവൾക്ക് ഇങ്ങനെ ലോകം തന്നെ വല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ട് അവൾക്ക് തോന്നി. അത്രത്തോളം സന്തോഷം അവൾക്ക് തോന്നി. മക്കളെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായോ? സമ്മറി മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് ഉണ്ടോ? അഭിനവ് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് തോന്നല്ലോ. ആണോ അഭിനവേ ഡൗട്ട് ഉണ്ടോടാ? ഇല്ലല്ലേ. നാജിലിന് ഡൗട്ട് ഉണ്ടെന്ന് തോന്നല്ലോ. ഡൗട്ട് ഉണ്ടോ നാജിൽ? ഇല്ല. അനന്തൊക്കെ പിന്നെ ഡൗട്ടേ ഉണ്ടാവൂല. ആണോ അനന്തോ? അനന്ത് പെർഫെക്റ്റാ. ഐ നോ. ക്യാമറ പ്രോപ്പർ ഒക്കെ ആനന്ദോ. തനുഷിന് മനസ്സിലായിട്ടുണ്ടോ മിസ് എടുത്ത ചാപ്റ്റർ ഇപ്പോ? ഏടാ പൊന്നു മോന്റെ ഒരു മൈക്ക് ശരിയില്ലേ? എന്താ അത് കേക്കാത്ത മോന്റെ സൗണ്ട്? എന്താടാ പ്രശ്നം? എന്താ അൺമ്യൂട്ട് ആണ് എന്നിട്ട് കേക്കുന്നില്ല മോന്റെ സൗണ്ട്? ഗൈസ്, എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സസ് ഒന്ന് നോക്കിയാലോ? Oh my gosh. Oh, why? Conversation, diary, letter, speech. ഇത്രയും ഡിസ്കോഴ്സസ്. Guys, do you remember one thing? What? You guys remember one thing? What? A special day? No, once we discussed that, only we should talk in English, but we forgot that. And we forgot that. Oh my god. Yeah, we forgot about long thing. You reminded today, Nixie. You reminded us today. I just remind now. Oh my god. Tanush, why you are thinking like that? That I said
is in my brain. That's why I can't remind like that silly things. Silly, You have silly memories? No, I just told no. Okay, guys, നമുക്ക് chapter. Yeah. Then let's move to the portion. Okay, conversation, diary, letter, character sketch, speech. ഇത്രയും കാര്യങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഡിസ്കോസസ്. ഓക്കെ ഗൈസ്, ഞാൻ എന്ത് ചെയ്യാം? 1 2 3 4 5 1 2 3 4 5 6. ഓക്കെ. Then I will ask to someone. Afan, please unmute. We can. already unmuted. ഓൾറെഡി അൺമ്യൂട്ട് ആണ്. ഓക്കെടാ, കോൺവെർസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാ? Structure. എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ എഴുതാ? ഒരാളും മറ്റൊരാളുമായിട്ടുള്ള സംസാരം. ഫോർ എക്സാമ്പിൾ ഒരു 5 മാർക്കിന് ചോദിക്കുന്ന കോൺവെർസേഷൻ ആണെന്ന് വിചാരിച്ചോ, എങ്ങനെയാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എങ്ങനെയായിരിക്കും? ആ ടോപ്പിക്കിലേക്ക് തന്നെ ഓൾറെഡി കറക്റ്റ് ആയിട്ട് പോകുന്നതാണോ സ്റ്റാർട്ടിങ് തന്നെ? ആണോ? സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരിക്കും? ഒരാൾ പറയാ എയും ബിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ലൈക്ക് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഈ ഒരു വെദർ, അതായത് മൺസൂൺ വരാത്തതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരെന്താ ചോദിക്കുക? ഒരു ഗ്രീറ്റിംഗ് കൊടുക്കൂലേ? ഹലോ, ഹായ്, ലൈക്ക് ദിസ് ഒരു ഗ്രീറ്റിംഗ് കൊടുക്കൂലേ? യെസ്, അതായത് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് കൊടുക്കും. അതിന് റിപ്ലൈ ആയിട്ടാണ് ഇവര് പറയാ. അതിന് റിപ്ലൈ ആയിട്ട് മറ്റൊരാൾ പറയും. അങ്ങനെയല്ലേ ടോപ്പിക്കിലേക്ക് വരാ? എന്നിട്ട് അവസാനം ആ ടോപ്പിക് തീർന്നു കഴിഞ്ഞാൽ അവർ ഇറങ്ങി പോവാണോ? ഒരു എന്ത് വേണം? ഒരു എൻഡിങ് വേണ്ടേ? താങ്ക് യു അല്ലെങ്കിൽ We are very much thankful for you. ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ see you later, ഇതുപോലെയുള്ള ഒരു ഗ്രീറ്റിംഗ് കൂടി ആവശ്യമാണ് അല്ലെ? 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര മാർക്കിന്റെ എത്ര എക്സ്ചേഞ്ച് വേണോടാ ആഫാൻ? 10 എക്സ്ചേഞ്ച് വേണം അല്ലേ? യെസ്. അതല്ലാതെ ഹലോ 3 മാർക്കിന്റെ വന്നാൽ എത്രയാവും? 6. അല്ലാതെ ഇങ്ങനെ ചോദിക്കാൻ പറ്റോ? ഹലോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്? ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് യു ഏറ്റ്? ഐ ഏറ്റ് 2 ദോശ സാമ്പാർ. ആൻഡ് യു, വാട്ട് അബൌട്ട് യു? ഐ ഏറ്റ് 2 ഇഡലി ആൻഡ് ചട്നി. ഇങ്ങനെ പറഞ്ഞാൽ മാർക്ക് കിട്ടോ? ഒരു ചുക്കും നിങ്ങൾക്ക് കിട്ടൂല അങ്ങനെ എഴുതിയാല്. We get 0. You will get 0 mark. That was said by our last marks. ഓക്കെടാ, അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗ്രീറ്റിംഗ് കൊടുക്കാം. ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. എന്നിട്ട് അടുത്തവരുടെ റിപ്ലൈ ഈ ഒരു എന്താ ടോക്കിന് റിപ്ലൈ ആയിട്ടായിരിക്കണം അടുത്തവർ പറയുന്നത്. പിന്നീട് ടോപ്പിക്കിലോട്ട് ടോപ്പിക് തുടങ്ങാം. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം. ആ സംസാരിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം. അതായത് എ പറയുന്ന കാര്യത്തില് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം ബി പറയുന്നത്. അല്ലാതെ ഉത്സവത്തിന് ചോറ് സദ്യ ആയിരുന്നു അല്ലെ? അതെ എന്താ ഗ്യാസിന് വില കുടിക്കുക, എന്താ പറയാ, അതിനെ പറയാ, റേഷൻ കടയിൽ മണ്ണെണ്ണ ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒന്നിന് തീരെ ബന്ധമില്ലാത്തതാണ് അടുത്തവരുടെ റിപ്ലൈ. അങ്ങനെ ഉണ്ടായാ മതിയോ? No. It's not good. അപ്പൊ എന്താ കറക്റ്റ് Yesterday in the morning you were speak to Tanada and I like that. അഭിനവ് എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അഭിനവ്. You are not talking English. Why you are laughing? Why are you laughing, Abhinav? What happened? What happened to you? Hey, What's your speak English. What's your problem? What's your problem, man? What's your problem? Yeah, what's your problem? Oh my God, time is going like a jet. Okay guys, അപ്പൊ ഇങ്ങനെയാണ് കോൺവെർസേഷൻ എഴുതാ. അതിന് ശേഷമായിട്ട് ലാസ്റ്റ് ആയിട്ട് ഒരു എൻഡിങ് കൂടി കൊടുക്കാം. താങ്ക് യു, അതല്ലെങ്കിൽ ലെറ്റ് മീ സീ ലേറ്റർ, അങ്ങനെ ഒരു എൻഡിങ് കൊടുത്തിട്ടായിരിക്കണം നമ്മുടെ ആ ടോപ്പിക് എൻഡ് ചെയ്യേണ്ടത്. കഴിവതും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മോർ ദാൻ 10 അങ്ങനെ കൊടുക്കണം. കേട്ടല്ലോ? ഓക്കെ ഗൈസ്, എന്നാൽ ഇനിക Yes. how to write a diary? First, we have to draw a box. Then we that's have to compulsory. write date, day. On Which the side? ഏത് സൈഡാണ്?
I think this side. ദിസ് സൈഡ് എന്ന് പറയുമ്പോ ദിസ് സൈഡ് ആണോ ദിസ് സൈഡ് ആണോ? ലെഫ്റ്റ് ഓർ റൈറ്റ്? That side. That side. That side. ലെഫ്റ്റ് ഓർ റൈറ്റ്? I think right, ma'am. ലെഫ്റ്റ് ആണ് കേട്ടോ, ലെഫ്റ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. Yes, I forgot left. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്താ, ഡേറ്റ് എഴുതാം, Date, എന്നിട്ട് day. ഡേ എഴുതാം. Then we have to write like if we want to write like dear diary. Yeah, of course we can write dear diary. അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ dear diary എന്ന് എഴുതാട്ടോ. എന്നിട്ട് എന്ത് എഴുതണം? എന്നിട്ടൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ? Today was an amazing day, like that നമുക്ക് എഴുതാൻ പറ്റും. was an amazing day. അതിലെങ്കിൽ വല്ലാത്ത സാഡ് ഡേ, അതിലെങ്കിൽ വല്ലാത്ത ടെറിബിൾ ആയിട്ടുള്ള ഡേ, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. എന്നിട്ട് ഒരു കൺക്ലൂഷൻ വിത്ത് ഹോപ്പ്, ഒരു ഹോപ്പ് കൂടി കൊടുത്തിട്ടായിരിക്കണം. അതായത് നാളെ എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ഹോപ്പ് കൂടി വെച്ചിട്ടായിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ. അവസാനമായിട്ട് ആരാണോ ഡയറി എഴുതിയത് അവരുടെ പേര് കൂടി കൊടുത്താൽ സെറ്റ് ആണ് കേട്ടോ. എന്നാൽ മക്കളെ എന്റെ ചോദ്യം ഇതാണ്, അതായത് ഇവിടെ ഇപ്പൊ അനിത നായരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഡയറി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അനിത നായരുടെ സ്ഥാനത്ത് നിന്നാണ് ഡയറി എഴുതണമെന്ന് ചോദിച്ചത് എങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാ? അനിത നായർസ് ഡേ വാസ് an awful day. ഇങ്ങനെയാണോ? No. ഇങ്ങനെയാണോ? Was a amazing day. അല്ല, അനിത നായർസ് ഡേ എന്നാണോ എഴുതേണ്ടത്? അല്ല. ഹെർ ഡേ എന്നാണോ? ഹെർ ഡേ എന്നാണോ പറയാ? No. ഷീസ. No. No. That's not right. നാജിലിന്റെ ഫാന് മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെയാണ് എഴുതാ? ആർക്കറിയാം? അനിത നായസ് ഡേ എന്നാണോ എഴുതേണ്ടത്? ഹെർ ഡേ എന്നാണോ എഴുതേണ്ടത്? No. We have to. എങ്ങനെയാ എഴുതാ? എടാ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ അല്ലടാ മക്കളെ ഡയറിയിൽ എഴുതേണ്ടത്. അവളുടെ ദിവസം, എന്റെ ദിവസം എന്നാണോ? മൈ അല്ലെങ്കിൽ ഐ ഞാനെന്ന് പറഞ്ഞിട്ടല്ലേ എഴുതേണ്ടത് അവിടെ? Yes. അനിത നായരുടെ സ്ഥാനത്ത് നിന്ന് എഴുതുമ്പോൾ ഡയറി എഴുതേണ്ടത് എങ്ങനെയാ? ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണ് എഴുതേണ്ടത് കേട്ടോ. അതൊരിക്കലും തെറ്റാൻ പാടില്ലേ. അനിത നായർസ് ഡയറി എന്ന് എഴുതാൻ പാടില്ല, ഹെർ ഡയറി എന്ന് എഴുതാൻ പാടില്ല, മൈ ഡയറി. മനസ്സിലായോ? ഇറ്റ്സ് മൈ ഡയറി. ഞാനാണ് അവരുടെ സ്ഥാനത്തുള്ളത്. സോ എന്റെ പേരിലാണ് അത് എഴുതേണ്ടത്. ഐ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. കേട്ടല്ലോ? ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. മനസ്സിലായാലും തെറ്റിക്കൂലല്ലോ? ഓക്കെ, അടുത്തത് തനുഷ്. എന്റെ പൊന്നെ തനുഷിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അതിനോട്? റീജോയിൻ ചെയ്യോ തനുഷ്? എടാ നീ ഒന്ന് ലെഫ്റ്റ് അടിച്ച് ഒന്ന് റീജോയിൻ ചെയ്ത്. ലെഫ്റ്റ് അടിച്ചാൽ പോകാൻ പാടില്ല, തിരിച്ചു വരണം. റീജോയിൻ ചെയ്. ഒരു തിരിച്ചു വരവ് കൂടി വരേണ്ടി വരും. തനുഷ് അഭിനവ് എടാ, ലെറ്ററിന്റെ ഫോർമാറ്റ് എങ്ങനെയാടാ അഭിനവ്? ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ നിന്റെ ഫ്രണ്ടിനെ അയക്കുന്നെന്ന് വിചാരിച്ചോ, ഇൻഫോർമൽ ലെറ്റർ, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ആദ്യം കണ്ടതെല്ലാം ആദ്യം ഏടന്റെ പൊന്നും മോനെ, ഇത് ലെറ്റർ 7ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച സംഭവ. 8ാം ക്ലാസ്സിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചതാ. സോറി, നിങ്ങൾ മുമ്പ് പഠിച്ചതാ. 9ാം ക്ലാസ്സിൽ ഓണം എക്സാമിന് ഞാൻ പഠിപ്പിച്ചതാ. എങ്ങനെയാ ഇൻഫോർമൽ ലെറ്റർ എഴുതാം? ആദ്യം അതിനു മുമ്പ് എന്തൊക്കെ എഴുതുക? എന്റെ പേര് എന്താണോ ഹൗസ് നമ്പർ ഹൗസ് നമ്പർ ആയിരിക്കും. വീട്ടിൽ എത്ര മുറി ഉണ്ടെന്നായിരിക്കും.
മാർക്കണം പിന്നെ അഡ്രസ് എടാ പ്ലേസ് ആട്ടോ, പ്ലേസ് അത്ര മതി കേട്ടോ. അഡ്രസ് ഒന്നും ആവശ്യമില്ല, പ്ലേസ് എഴുതിയാൽ മതി കേട്ടോ. പ്ലേസ് എഴുതാം, ഹൗസ് നമ്പറോ അല്ല പ്ലേസ് എഴുതാം. പിന്നീട് ഡേറ്റ് എഴുതാം. ഡേറ്റ് ഡിയർ പിന്നെ ഡിയർ ഫ്രണ്ട്. എന്നിട്ട് ഹോപ്പ് യു ആർ ഫൈൻ ലൈക്ക് ദിസ്. ഒരു വിഷ് കൊടുക്കുക, ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുക. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഇങ്ങനൊരു ഗ്രീറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോൺവെർസേഷനിൽ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു എൻഡിങ് കൊടുക്കാം. എന്താണ്? മീറ്റ് യു ലേറ്റർ ലൈക്ക് ദിസ്. ഓക്കെ, മീറ്റ് യു ലേറ്റർ. അങ്ങനെ ഒരു കൺക്ലൂഷനും കൂടി കൊടുത്തിട്ട് യുവർ ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവർ ലവിംഗ്ലി അല്ലേ? തെറ്റിക്കല്ലേ മോനെ ഇനി അഭിനവേ. എന്നിട്ട് പേര് കൊടുത്താ സെറ്റ് കേട്ടാ. ഇനിയിപ്പോ തെറ്റിക്കല്ല. അതായത് നോക്കിക്കേ, ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്റർ ആണ്. അതായത് ആദ്യം പ്ലേസ്, പിന്നെ ഡേറ്റ്, ഡിയർ ഫ്രണ്ട്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അതല്ലെങ്കിൽ ഹോപ്പ് യു ആർ ഫൈൻ, അതല്ലെങ്കിൽ ഹൗ ഇസ് യുവർ ഡേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ല ബ്രീഫ് ആയിട്ട് ഷോർട്ട് ആയിട്ട് പറയാം. എന്നിട്ട് ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടൊക്കെ കൊടുക്കാം. എന്നിട്ട് ഒരു കൺക്ലൂഷനിൽ നമുക്ക് ഇനി ഐ വിൽ റൈറ്റ് യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പിന്നീട് എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൺക്ലൂഷനും കൂടി കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് യുവർ ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവർ ലവിംഗ്ലി എന്നൊക്കെ പറഞ്ഞ് ഒരു പേര് കൂടി എഴുതിയാൽ എന്റെ പൊന്നു മക്കളെ ഇൻഫോർമൽ ലെറ്റർ സെറ്റ് ആവും. ഇത്രയേ ഉള്ളൂ ഇൻഫോർമൽ ലെറ്റർ കേട്ടോ. കേട്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഇനി അഫാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഫോർമൽ ലെറ്റർ എങ്ങനെയാടാ? ഫോർമൽ ലെറ്റർ place, date, dear friend. ഫോർമൽ ഇൻഫോർമൽ ആണ്. അത് ഇൻഫോർമൽ ആണ് നമ്മൾ പറഞ്ഞ. ഇനി ഫോർമൽ ലെറ്റർ Date, ആദ്യം ഡേറ്റ് അല്ലടാ. place, അല്ലടാ. ഫ്രം അല്ലേ? അതായത് ആരാണോ എഴുതുന്നത്, ഇപ്പൊ നിങ്ങളാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ഫ്രം റാബിയത്തുൽ അദബിയ. ഒരു ഒഫീഷ്യൽ ആണ് കേട്ടോ, ഇത് ഒഫീഷ്യൽ ആയിട്ട് എഴുതുന്നതാണ്. ഈ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞ മക്കൾ, നിങ്ങൾക്ക് ഈ ലെറ്ററും കൂടി അറിയില്ല എന്ന് പറഞ്ഞത് വല്ലാത്ത എന്താ പറയാ, നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ മിസ്സേ? അപ്പൊ ഈ പരീക്ഷയില് എക്സാമിന് ഈ നമ്മളെ ഇമെയിൽ വരൂലേ? ഇമെയിൽ വരും. അത് വരുമോ? ചാൻസ് ഉണ്ട്. അത് മിസ് മാരത്തണിൽ പറഞ്ഞുതരാം. അതല്ലെങ്കിലോ ഏത് ചാപ്റ്ററിനാന്നോ വരാൻ ചാൻസ് അത് ആ ചാപ്റ്ററിൽ പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്ററിലും കുറച്ച് ചാപ്റ്ററിൽ ഇമെയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്റെ സ്കൂളിൽ നോട്ടില്. ഞാൻ തന്ന ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു തോന്നില്ലേ? ഏതൊരു ക്യാപ്സ്യൂൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെടാ. അപ്പൊ ഫോർമൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞ എന്റെ സ്കൂളില് വെയിറ്റിംഗ് ഫോർ റെയിനില് ഈ ഡയറി എഴുതിയിട്ടില്ലായിരുന്നു. നിന്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് മിസ്. ഈ ഡിസ്കോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. ഫോർമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഫ്രം എഴുതാം. ഇവിടെ എന്റെ പേര് എഴുതണമെന്നില്ല. എന്നിട്ട് എന്റെ അഡ്രസ് ഇംഗ്ലീഷ് ടീച്ചർ 90+ മൈ ട്യൂഷൻ ആപ്പ്. ഇത് എന്റെ അഡ്രസ് ആണ് അല്ലേ? എന്നിട്ട് ഡേറ്റ് എഴുതാം. 26/11/2025. എന്നിട്ട് ടു ആർക്കാണോ എഴുതുന്നത് അവർക്ക് എന്തെഴുതാം? നമുക്ക് എന്ത് ലെറ്റർ എഴുതാം? അതായത് ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കും അതുപോലെ മരങ്ങളൊക്കെ വെട്ടുന്നതിന് ഇതായിട്ട് നമുക്കൊരു ആർക്കെഴുതാ? ഒരു എന്താ പറയാ, ഫോറസ്റ്റ് മിനിസ്റ്റർ ഇല്ലല്ലോ. ആർക്കെഴുതാം? ഫോറസ്റ്റ് ഓഫീസർ എഴുതാല്ലേ? എന്താ റേഞ്ച് ഓഫീസ് എന്ന് പറയാം. അതെന്താ? അത് ഈ റേഞ്ച് ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയാലേ അപ്പൊ റേഞ്ച് ഓഫീസർ എഴുതാം. റേഞ്ച് ഓഫീസർ ടു റേഞ്ച് ഓഫീസർ.
ബുദ്ധിവൃത്തി അമൃതർക്ക് ഡിവിഷൻ ഓഫീസർ ഓഫീസർ മതി. ടു ഓഫീസർ റേഞ്ച് ഓഫീസ് എന്റെ അച്ഛൻ ഫോറസ്റ്റ് ഓഫീസർ എറണാകുളം ആണോ എറണാകുളം ഇങ്ങനെ എഴുതാം. എന്നിട്ട് കണ്ടോ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. ഞാൻ അവിടെ എന്ത് എഴുതി എന്നല്ല, സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ടോ സബ്ജക്റ്റ് എഴുതാം. എന്താണ് സബ്ജക്റ്റ്? സോറി റെസ്പെക്റ്റഡ് സർ, സല്യൂട്ടേഷൻ. എന്നിട്ട് സബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റ്? restrict the cutting of tree. എന്നിട്ട് കാര്യങ്ങൾ നല്ല വിശദീകരിച്ച് എഴുതാം. ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും കൺക്ലൂഷനും ഒക്കെ ആയിട്ട് ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. ആഫ്റ്റർ ദാറ്റ് യു ആർ ഫെയ്ത്ത്ഫുള്ളി ലൈക്ക് ദാറ്റ് ഓൺലി. യു ആർ ഫെയ്ത്ത്ഫുള്ളി ആരാണോ അവര്. വീണ്ടും മിസ്സോയ്ക്ക് പോകുന്ന ഒരു പ്രാവശ്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കറക്റ്റ് ആയിട്ട് നോക്കണേ. ഒരു ഫോർമൽ ലെറ്ററിന്റെ മെത്തേഡ് ആണ് ഇത്. ആദ്യം തന്നെ ഫ്രം എഴുതാം. എന്നിട്ട് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്, ഡേറ്റ്, ടു എഴുതാം. ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് അവരുടെ പേര്, അവരുടെ എന്താണ് അഡ്രസ്, എന്നിട്ട് റെസ്പെക്റ്റഡ് സർ ഓർ മാം, എന്നിട്ട് സബ്ജക്റ്റ്. എന്ത് സബ്ജക്റ്റ്, എന്ത് ടോപ്പിക്കിലാണോ നമ്മൾ അയക്കുന്നത് അത്. പിന്നീട് ഇൻട്രൊഡക്ഷൻ, നല്ല ഫോർമൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി പാർട്ട്, ഒരു കൺക്ലൂഷനുമായിട്ട് യു ആർ ഫെയ്ത്ത്ഫുള്ളി എന്താണ് അത് എഴുതാം. മനസ്സിലായല്ലോ? ഇനി മറക്കോ എന്റെ മക്കള്? മറക്കരുത് കേട്ടോ. അടുത്തത് മക്കളെ ക്യാരക്ടർ സ്കെച്ച്. നാജിൽ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാ മക്കളെ? ഏതാ നാജിൽ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാ എഴുതാ? ഇതിൽ അനിത നായരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞെന്ന് വിചാരിച്ചു. എങ്ങനെയാ എഴുതാ? ഒരു സ്റ്റാർട്ടിങ് കൊടുത്ത നീ. എടാ അറിയില്ല. അതായത് അനിത നായരുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിച്ചതെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ആ അനിത നായർ ഏത് ചാപ്റ്ററിലെ ആളാണ്? അനിത നായർ ഫ്രം ദി ചാപ്റ്റർ വെയിറ്റിംഗ് ഫോർ റെയിൻ അല്ലേ? വെയിറ്റിംഗ് ഫോർ റെയിൻ. അഭിനവ് എവിടെ പോയി? ബൈ അനിത നായർ അല്ലെ? ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് അവളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ, അവളുടെ ബിഹേവിയർ എഴുതണം. ഈ ഒരു ചാപ്റ്ററിലുള്ള അവളുടെ റോൾ എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ, അവളുടെ റോൾ എന്താണെന്ന് എഴുതണം. ഈ ഒരു ചാപ്റ്ററിൽ ഓരോ സിറ്റുവേഷനും അവൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതായത് സിറ്റുവേഷൻസ്, എക്സാമ്പിൾസ് ഇൻ സിറ്റുവേഷൻസ് ഇൻ ഫ്രം ദി ചാപ്റ്റർ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഫ്രം ദി ചാപ്റ്റർ. അവളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ഓവറോൾ ആയിട്ട് അവളുടെ ക്യാരക്ടർ ഒന്ന് ചുരുക്കിയിട്ട് എഴുതണം. ഇത്രയാണ് ക്യാരക്ടർ സ്കെച്ച്. മനസ്സിലായല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ നോക്കിയാൽ ഇനി അടുത്തത് സ്പീച്ച് ആണ്. അനന്തോ എങ്ങനെയാ അനന്തോ സ്പീച്ച് എഴുതാ? സ്പീച്ചിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഹെഡിങ്, പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതിന്റെ ഇത് വെച്ച് എഴുതണം. അതിന്റെ ഇത് സ്കൂളിലാണ് നിങ്ങൾക്കൊരു സ്പീച്ച് പറയാണെന്ന് വിചാരിച്ചോ? എങ്ങനെയാ? സ്കൂളിലാണ്, സ്കൂളിലത്തെ പറ്റി സല്യൂട്ടേഷൻ എങ്ങനെയാ? സല്യൂട്ടേഷൻ എങ്ങനെയാ? റെസ്പെക്റ്റഡ്, ഞാൻ പറഞ്ഞുതരട്ടാ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെയല്ലേ? ഇതൊരു സല്യൂട്ടേഷൻ ആണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അങ്ങനെ എഴുതാം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു എന്ന് എഴുതാം. റെസ്പെക്റ്റഡ് ആയിട്ട് എഴുതാം. ഒരു സല്യൂട്ടേഷൻ നിങ്ങൾ കൊടുക്കാം. എന്നിട്ട് ടുഡേ
ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ടോപ്പിക്. ഏത് ടോപ്പിക് ബേസ് ആയിട്ടാണോ ഞാൻ ഇവിടെ പറയുന്നത് ആ ടോപ്പിക് എഴുതാം. എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് കൺക്ലൂഷൻ വിത്ത് എ മെസ്സേജ് കേട്ടോ. കൺക്ലൂഷൻ വിത്ത് എ മെസ്സേജ്, ഒരു മെസ്സേജ് കൂടി നിങ്ങൾ എന്ത് കൊടുക്കണം? ഈ ഒരു സ്പീച്ചിന്റെ അവസാനമായിട്ട് ഒരു മെസ്സേജ് കൂടി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ജയ് ഹിന്ദ് അതല്ലെങ്കിൽ താങ്ക് യു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഒരു സ്പീച്ചിന്റെ സ്ട്രക്ചർ. എന്നാൽ നമുക്ക് ഇതിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. അതായത് പ്രിപ്പയർ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ. മെറ്റീരിയൽ എടുത്ത് നിന്നിട്ടുണ്ടോ മക്കളെ? നിങ്ങള് എല്ലാവരും മെറ്റീരിയൽ എടുത്ത് നിന്ന്. മിസ് ഫുൾ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. മിസ് ഒരു കാര്യം പറയാം, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇംഗ്ലീഷ് ഒരിക്കലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് എഴുതരുത്. ഇംഗ്ലീഷ് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ ഓൺ വേർഡ്സിലാണ് അല്ലെ? നിങ്ങളുടെ ഓൺ വേർഡ്സിലാണ് ഇംഗ്ലീഷ് എഴുതേണ്ടത്. മിസ് സ്ട്രക്ചർ മാത്രമാണ് പഠിപ്പിച്ചു തരാം. ആ സ്ട്രക്ചർ നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിലായിരിക്കണം ഇംഗ്ലീഷ് എക്സാം എഴുതേണ്ടത്. അതല്ലാതെ മിസ് പഠിപ്പിച്ച കാര്യത്ത് അതേപോലെ ബൈഹാർട്ട് ചെയ്ത് എഴുതി അതിനെ പോയിട്ട് മക്കൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ എഴുതിയൊരു കാര്യമില്ല. മനസ്സിലാക്കിട്ട് എഴുതണേ. ഓക്കെ Okay guys, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ. Prepare likely conversation between the narrator and the narrator's uncle about the delay of the monsoon. ഈ മൺസൂൺ ഡിലേ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ narrator ആയിട്ടുള്ള അനിത നായർ ഉണ്ടല്ലോ, ആ അനിത നായറിന്റെ അങ്കിളും കൂടി സംസാരിക്കാന്ന്. എങ്ങനെയായിരിക്കും ആ സംസാരിക്കുക? ആദ്യം തന്നെ 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രയാ മക്കളെ? എത്ര എക്സ്ചേഞ്ച് ആവശ്യമാണ് 5 മാർക്കിനാണെങ്കിൽ? യെസ്, വെരി ഗുഡ് അഭിനവ്, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. 10 എക്സ്ചേഞ്ച് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ. അങ്കിൾ ദി സ്കൈ ലുക്സ് സോ ഡൾ ടുഡേ സ്റ്റിൽ നോ റെയിൻ. അങ്കിൾ എന്താണ് ഇവിടെ നോക്കിക്കേ, ഈ ഒരു സ്കൈ എന്തായിട്ടുണ്ട്, വല്ലാതെ ഡൾ ആയിട്ടാണുള്ളത്. തീരെ റെയിൻ ഇല്ല, ഇപ്പോഴായിട്ടും തീരെ റെയിൻ ഇല്ല. അങ്കിൾ പറയാണ് because no cloud is there sir. Monsoon is not came. ആകാശമാകുമ്പോ മേഘമൊക്കെ വേണ്ടേ പിള്ളേരെ? ഓക്കേടാ. അജയ് സാറാ, അഭിനവേ വീഡിയോ ഓഫ് ചെയ്തോട്ട് ഒന്ന് വിളിച്ചതാടാ സ്നേഹത്തില്. അപ്പോൾ നറേറ്റർ എന്താണ്? അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈ നറേറ്റർ പറയണം. അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ അങ്കിൾ ഒരു മെസ്സേജ് പറയണം, ഒരു സംഭവം പറയണം. എന്നിട്ട് ഇങ്ങനെ ചോദിക്കാനുണ്ട്, യു തിങ്ക് ദ മൺസൂൺ വിൽ കം സൂൺ. അങ്കിൾക്ക് തോന്നുന്നുണ്ടോ ഈ മൺസൂൺ പെട്ടെന്ന് വരുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. എന്നിട്ടാവുമ്പോഴാണ് നമ്മുടെ ഇയാൾ കാട്ടിക്കൂട്ടി പോവാൻ നടന്ന കാര്യം ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നത് ഇവിടെ. അതൊക്കെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ആ സംഭവങ്ങളൊക്കെ ആ ചാപ്റ്ററിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊരു കോൺവെർസേഷൻ മെത്തേഡിലായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അതേപോലെ ഇതാ മിസ് കണ്ടോ, 1 2 3 4 5 എക്സ്ചേഞ്ച് മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് 10 എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 മാർക്കിന് ഇത് ഇത്രയും എഴുതേണ്ടതാണ്. മനസ്സിലായോ മക്കളെ? എന്നാൽ നിങ്ങൾക്ക് 6 മാർക്കിനാണ് കോൺവെർസേഷൻ വന്നതെങ്കിലോ 12 എക്സ്ചേഞ്ച് ആവശ്യമാണ് കേട്ടോ. 12 എണ്ണം ആവശ്യമാണ് കേട്ടോ. അത്ര എഴുതണം, 1-ന് 1/2 മാർക്ക് പോലെ. യെസ്. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചേ, അവസാനമായിട്ട് മിസ് കണ്ടോ, ഐ ഹോപ്പ് ടുനൈറ്റ് ബ്രിങ് സം മിറാക്കിൾ. എനിക്ക് തോന്നുന്നു അല്ല രാത്രിയിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാലോ എന്ന് തോന്നുന്നു. എന്നിട്ടാകുമ്പോ നമ്മുടെ അങ്കിൾ പറഞ്ഞു കണ്ടോ, ലെറ്റ്സ് വെയിറ്റ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. സംടൈംസ് വെയിറ്റിംഗ് ആസ് ഇറ്റ്സ് ഓൺ ലെസൺ. വെയിറ്റിംഗ് ആണ് കൂടുതൽ ലെസൺ ആയിട്ട് വരാം കണ്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു എൻഡിങ്ങിലേക്ക് അത് കൊണ്ടുപോയി അല്ലെ. ഒരു എൻഡിങ്ങിലാണ് ഈ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തത് അല്ലെ മക്കളെ? യെസ്. അപ്പൊ ഇങ്ങനെ ആയിട്ടായിരിക്കണം നമ്മള് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇനിയോ അടുത്തത് ഡയറി എൻട്രി. നമ്മുടെ ഇമാജിൻ യു ആർ ദി നറേറ്റർ ഓഫ് വെയിറ്റിംഗ് ഓഫ് റെയിൻ. നിങ്ങളാണ് ഈ ഒരു വെയിറ്റിംഗ് ഫോർ റെയിനിലെ നറേറ്റർ എന്ന് വിചാരിക്കാം. ഈ ഒരു രാത്രി ബിഫോർ ദ മൺസൂൺ ഫൈനലി അറൈവ്സ്, ഈ നമ്മുടെ എന്താണ് മൺസൂൺ വന്നില്ലേ, ആ മൺസൂൺ വരുന്നതിന് കുറച്ച് ആ മുമ്പത്തെ രാത്രിയില് നിങ്ങൾക്ക് വല്ലാത്ത ആൻഷ്യസും ഡിസപ്പോയിന്റും ഒക്കെ ഫീൽ ആയി. അപ്പോൾ ഈ റെയിൻ ഡിലേ ആയിട്ട് വരുന്നത് കൊണ്ട് അപ്പൊ നിങ്ങൾ ഒരു ഡയറി എഴുതാണ്. നിങ്ങളുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഡയറി എഴുതാണ്. എങ്ങനെയായിരിക്കും ആ ഡയറി എഴുതാം എന്നാണ് നോക്കിക്കേ. ആദ്യം തന്നെ മിസ് പറഞ്ഞ പോലെ ഡേറ്റ് എഴുതണം, ഡേ എഴുതണം, ഡിയർ ഡയറി എന്ന് എഴുതണം. എന്നിട്ടോ
Tonight my mind feels heavy with the same grayness that hangs in this Kerala sky. ഈ ഒരു കേരളത്തിലെ സ്കൈയിൽ ആ ഒരു ഗ്രേനെസ് തന്നെയാണ് സ്റ്റിൽ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇതുവരെ മഴ വന്നിട്ടില്ല, ഇപ്പൊ എനിക്ക് വല്ലാത്ത സങ്കടമാണെന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു സ്പ്രേ അടിക്കാൻ പറ്റുമോ? റൂം സ്പ്രേ. ആ ഒരു രീതിയില് എന്തെഴുതണം? ഇൻട്രൊഡക്ഷൻ എഴുതണം, ഒരു ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് കണ്ടോ കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്, മൺസൂണിനെ പ്രതീക്ഷിച്ചിട്ട്. ബട്ട് ഇതുവരെ ആ മൺസൂൺ വന്നിട്ടില്ല. എനിക്ക് വല്ലാത്ത ഹെൽപ്ലെസ് ഫീൽ ആവുന്നുണ്ട്. ഇതൊരു എനിക്ക് കനാലൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ വില്ലേജസ് ഒക്കെ ഈ ഒരു സ്കൈയും തുറക്കുന്നത് കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ പറയുന്നുണ്ട് ഈ ഒരു മഴയൊക്കെ എവിടെയാണ് പോയതെന്ന ചോദ്യം അമ്മ ചോദിക്കുന്നുണ്ട്. ഈ റിപ്പീറ്റഡ്ലായിട്ട് ഞാനും എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് മഴ പോയത്, എന്തുകൊണ്ടാണ് മഴ വരാത്തതെന്ന്. അതുപോലെ തന്നെ സമ്മർ ഇനിയും വന്നില്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ ഡ്രൈ ആയി പോകും, കനാലൊക്കെ വെറ്റ് വരണ്ടി പോകും. കനാലൊക്കെ ഒരു കാലത്ത് നല്ല രീതിയിൽ തന്നെ മഴ പെയ്തോണ്ടിരുന്ന കനാലായിരുന്നു. അങ്ങനെ നമ്മുടെ മെമ്മറീസ് ആ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡയറി ആയിട്ട് എഴുതാം. എങ്ങനെയാ? ഇറ്റ്സ് ഓൺ ലോൺനെസ്, അതായത് ബാംഗ്ലൂർ എന്താണ് ക്ലൗഡ് ഒക്കെ ഹെവി ആയി, എന്തുകൊണ്ടാണ് കാറ്റ് വന്നിട്ട് ക്ലൗഡ് ഒക്കെ പോയി. എന്നാൽ ഇവിടെയെങ്കിലും ഞാൻ മഴ വരുമെന്ന് വിചാരിച്ചു, ഇവിടെയും മഴ വന്നിട്ടില്ല. എന്താണ്? അൺവില്ലിംഗ് ടു ബ്ലെസ് വിത്ത് റെയിൻ. എനിക്ക് പറയാൻ തന്നെ മോശം തോന്നുവാണ്, എന്താണ് ഈ റെയിൻ നമ്മെ ബ്ലെസ് ചെയ്യാത്തത് കൊണ്ട്. അതുപോലെ തന്നെ എന്റെ അങ്കിൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല മഴയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് എന്റെ അങ്കിൾ പറഞ്ഞു. ഈ രാത്രിയിൽ ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു മഴ വരുമെന്ന് പറഞ്ഞത് കൺക്ലൂഷൻ ആണ് കേട്ടോ. അതായത് ഇത് കണ്ടോടെ, ദ റെയിൻ വിൽ ഫൈനലി ഫൈൻഡ് ഇറ്റ്സ് വേ ഹോം ടു us. അതായത് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, മഴ ഞങ്ങളിലേക്ക് തിരിച്ചെത്തും, മഴ ഞങ്ങളെ തേടി വരുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ഹോപ്പ് അവിടെ കൊടുത്തു. ആ ഒരു ഹോപ്പ് കൊടുത്തിട്ടായിരിക്കണം നാജിൽ മോനെ, ആ ഹോപ്പ് കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഡയറി എൻഡ് ചെയ്യേണ്ടത്. എന്നിട്ടോ അനിത നായർ എന്ന് കൂടി എഴുതിയ ഡയറി സെറ്റ്. കേട്ടോ? ഇത്രയുണ്ടായി. സിമ്പിൾ ആണോ മക്കളെ? ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ഡിസ്കോഴ്സ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? എന്ത് ഡിസ്കോഴ്സ് വന്നാലും എഴുതാൻ പറ്റും. ആ സെയിം തിങ്ങിനെ ആ ഡിഫറെന്റ് സ്ട്രക്ചർ ആയിട്ട് എഴുതിയാൽ മതി. അത്ര പഠിച്ചാൽ മതി ഇംഗ്ലീഷില്. പിന്നെ നോക്കിക്കേ, നിങ്ങൾ ഒരു ലെറ്റർ എഴുതാനാണ് ഫ്രണ്ടിന്. റൈറ്റ് എ ലെറ്റർ ടു ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് യുവർ ഫ്ലൈറ്റ് ടു കേരള ആൻഡ് യുവർ മിക്സ്ഡ് ഫീലിംഗ്സ് വൈൽ വെയിറ്റിംഗ് ഫോർ ദ മൺസൂൺ ബേസ്ഡ് ഓൺ ദ ചാപ്റ്റർ വെയിറ്റിംഗ് ഫോർ 6 മാർക്കിന്. ഒരു ചോദ്യം ചോദിച്ചു, ഫ്രണ്ടിനാണ്. അപ്പൊ ഇൻഫോർമൽ ആയിരിക്കോ ഫോർമൽ ആയിരിക്കോ? ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കോ ഫോർമൽ ലെറ്റർ ആയിരിക്കുമോ? ഏതായിരിക്കും? ഇൻഫോർമൽ. വെരി ഗുഡ്. ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിന്റെ സ്ട്രക്ചർ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഒരു പ്ലേസ് എഴുതാം, മുണ്ടക്കോട്ട് കുരിശി പാലക്കാട്. ഡേറ്റ് എഴുതാം, ഡിയർ ഫ്രണ്ട് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ വാണ്ട് ടു ഷെയർ മൈ എക്സ്പീരിയൻസ്. ഐ ട്രാവൽ ടു കേരള. ഞാൻ കേരളയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഞാൻ നിന്നോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കാര്യങ്ങൾ പറയാം. അതായത് എന്താണ്, ഫ്ലൈറ്റ് പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ മിക്സ് ഓഫ് ഫീലിങ്സ് വന്നത്. ഒരു എക്സൈറ്റ്മെന്റ് പോലെ പെട്ടെന്ന് ഒരു ടർബ്യൂലൻസ് വന്നു, ക്ലൗഡ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ എന്താണ് ഫ്ലൈറ്റ് ഒക്കെ ഷെയ്ക്കായി, പാസഞ്ചേഴ്സ് ഒക്കെ വല്ലാണ്ട് സൈലന്റ് ആയി മാറി. എന്നിട്ടോ എല്ലാ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. അതുപോലെ തന്നെ എൽഡർ കപ്പിളൊക്കെ സംസാരിച്ചിരുന്ന എൽഡർ കപ്പിളൊക്കെ മ്യൂട്ടായി, അതായത് പെട്ടെന്ന് തന്നെ സൈലന്റ് ആയി. എനിക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? പെട്ടെന്ന് തന്നെ സൈലന്റ് ആയി. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ്ലി ഒരു കാര്യമുണ്ട്, എല്ലാവരും വല്ലാത്ത ആങ്ഷ്യസ് ആയ സമയത്തും ഞാൻ മാത്രമായിരുന്നു അവിടെ സന്തോഷിച്ച ഒരാള്. ബാക്കി എല്ലാവർക്കും വല്ലാത്ത സങ്കടമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വൈൻസ് വേ ഫൈനലി ആക്ട്. ഐ ബിലീവ് ഇറ്റ് മെന്റ്. എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചത് എന്താണ്, ഈ ഒരു സംഭവം കാരണം ഞാൻ കേരളത്തിൽ പോകുന്ന സമയത്ത് വല്ലാണ്ട് മഴ പെയ്യുമെന്നാണ് ഞാൻ തോന്നിയത്. ബട്ട് ഞാൻ കൊച്ചിയിലേക്ക് ലാൻഡ് ആയ സമയത്തോ അവിടെ ഒരു മഴയും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു ഗ്രേ ആയിട്ടുള്ള സ്കൈ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ ഹാർട്ടൊക്കെ വല്ലാതെ സങ്കടമാവാൻ തുടങ്ങി. ഞാൻ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു, എന്താണ് ഇനിയും മഴ പെയ്യോ എന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അതായത് എന്റെ അങ്കിളൊക്കെ എന്നോട് സാഡ്ലി സംസാരിച്ചു, പണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എടാ, നിങ്ങളിപ്പോ ശ്രദ്ധിച്ചോ, ഈ 3 ഡിസ്കോഴ്സസ് മിസ് പഠിപ്പിച്ചു, 3നും സെയിം തിങ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കോഴ്സിന്റെ സ്ട്രക്ചർ പഠിക്കാം, ചാപ്റ്റർ പഠിക്കാം. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ?
യെസ്, അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഹിസ് വേർഡ്സ് മേഡ് മീ റിയലൈസ് ഹൗ ഡീപ്ലി കണക്റ്റഡ് അവർ ലൈഫ് ടു റെയിൻ. എനിക്ക് തോന്നുന്നു ആ ഒരു അങ്കിളുടെ വാക്കുകൾ എന്നെ മനസ്സിലാക്കിച്ചു എന്താണ്, അതായത് എത്രത്തോളം ആഴത്തിൽ നമ്മൾ കണക്ട് ആയിട്ടുണ്ട് ഈ ഒരു റെയിൻ ആയിട്ട്. എന്നിട്ട് കണ്ടോ ഇവിടെ ഒരു ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഹോപ്പിംഗ് ദ മൺസൂൺ ഷോസ് അപ്പ് ഐ വിൽ റൈറ്റ് അഗൈൻ ഓൺസ് ഇറ്റ് അറൈവ്സ്. അതായത് മഴ വരുന്നത് കാത്ത് ഞാൻ ഇപ്പോഴും ഇരിക്കുകയാണ്, എനിക്ക് തോന്നുന്നു എന്തായാലും മഴ വരുമെന്ന്. മഴ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വീണ്ടും എഴുതാം. എന്നിട്ട് വിത്ത് ലവ് അനിത നായർ. കണ്ടോ കണ്ടോ, ഒരു കൺക്ലൂഷൻ കൊടുത്ത് കണ്ടോ. എന്നിട്ട് വിത്ത് ലവ് അനിത നായർ. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്കൊരു ലെറ്റർ കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഡൗട്ടാ അതിന് ക്ലാസ് കേട്ടിട്ട് വേണ്ട മിസ്സേ ഡൗട്ട്. ഞങ്ങൾ ഇവിടെ ആബ്സെന്റ് മൈൻഡ് ആയിട്ട് നാളെ എന്തായിരിക്കും ഉച്ചക്ക്, ഇന്ന് രാത്രി എന്തായിരിക്കും ഡിന്നറിനെന്ന് ചിന്തിച്ചിരിക്കുക. അതിനിടയിൽ എന്ത് ഡൗട്ടാണ് മിസ്സേ അല്ലേ? ആടെ പറഞ്ഞു. 8 മണി വരെ. 8 മണി വരെ. So what? I don't care about that timetable. I don't care about that. She's care about only laptop table, okay? Yeah. I don't care. Baby, who cares? Rahul Mangutam cares. Yeah, you don't care. We care about the time, ma'am. Yeah, my God. Study. I don't care. You have to study. What's the time now? Now, ബാക്കി എടുത്ത മെസ്സേജ് അന്റെ എടുക്കാം. 7 മണിയായതേ ഉള്ളൂ. Character skits. ഞാൻ So what? Character skits of the narrator based on the chapter Waiting for Rain. ശ്രദ്ധിച്ചേ കണ്ടോ. The narrator of Waiting for Rain is a sensitive, observant and a deeply emotional person whose life is closely tied to nature. കണ്ടോ ഏത് ചാപ്റ്ററിലാണ് എഴുതിയ കണ്ടോ. ഇൻട്രൊഡക്ഷൻ കണ്ടോ. യെസ്, ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എഴുതിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്നിട്ട് അവര് എന്താണ് പാസഞ്ചേഴ്സ് എല്ലാവരും പേടിച്ച സമയത്തും ഇവർ മാത്രം പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മഴയെ എത്രത്തോളം ഇവർ സ്നേഹിക്കുന്നുണ്ട്, മഴയെ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങൾ, റൂഫ്, അതുപോലെ തന്നെ എന്താണ് സ്ലിപ്പറി പാത്സിനൊക്കെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതൊക്കെ വല്ലാതെ ടെൻഷൻ ആവുന്നതൊക്കെ ഇവരെ കുറിച്ച് എഴുതാം. നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഗേൾ ആണെന്നൊക്കെ എഴുതാം. അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരുടെ ആങ്സൈറ്റിയും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ചാപ്റ്ററിലുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവരുടെ ക്യാരക്ടേഴ്സ് ചെയ്താൻ പറ്റും കേട്ടോ. എന്റെ ഒരു കൺക്ലൂഷൻ കൊടുത്ത കണ്ടോ. ഈ ഒരു ചാപ്റ്ററിലെ കൂടി ത്രൂ ദ ചാപ്റ്റർ ഷീ ഡിസ്പ്ലേസ് എ മിക്സ്ചർ ഓഫ് ഹോപ്പ് ആൻഡ് ആങ്സൈറ്റി. ഹോപ്പും ആങ്സൈറ്റിയും നിറഞ്ഞതായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ മേക്കിംഗ് ഹർ റിയലിസ്റ്റിക് ആൻഡ് റിലേറ്റബിൾ ക്യാരക്ടർ. ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ അനിത നായർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം. മക്കളെ നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് എഴുതണം. ഇനി you are selected to give a speech in your school assembly on the topic the importance of monsoon in our lives based on the chapter Waiting for Rain. Speech എഴുതാൻ മനസ്സിലായോ? എവിടെ അവരെവിടെ കമന്റ് എടാ ഗൈസ് ഒരു സ്പീച്ച് എഴുതണം, പെട്ടെന്ന് എഴുതണം. നോട്ടും പെന്നും എടുത്ത് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിക്കേ. എന്നിട്ട് ആൻസർ മിസ്സിന് നിങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ. ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുത്താൽ മതിയേ. സ്പീച്ചിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സല്യൂട്ടേഷൻ, അതായത് റെസ്പെക്റ്റഡ് ലൈക്ക് ദിസ്. എന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ടുഡേ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ, ജയ് ഹിന്ദ് അതല്ലെങ്കിൽ താങ്ക് യു, ഇങ്ങനെയാണ് എഴുതാം. ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എഴുതിക്കേ. നോക്കി എഴുതരുത്. മെറ്റീരിയൽ നോക്കി എഴുതിയാൽ മിസ്സിന് മനസ്സിലാവും. ചാറ്റ് ജിപിടി ആണെങ്കിൽ മിസ്സിന് മനസ്സിലാവും. മെറ്റ ആണെങ്കിൽ മിസ്സിന് മനസ്സിലാവും. ക്യാപ്സ്യൂൾ ആണെങ്കിൽ മിസ്സിന് മനസ്സിലാവും. എന്താടാ ഈ ഒരു മൺസൂൺ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളം വലുതാണ്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തേ. മിസ് ഒന്ന് പൊക്കോട്ടെ മക്കളെ. എന്നിട്ട് എഴുതി കഴിഞ്ഞ മിസ്സിന് സെൻഡ് ചെയ്യണം കേട്ടോ ആൻസർ. അഭിനവ് നീ എന്റെ പ്രാഗ്യതൊക്കെ തിരികെടുക്കണം. ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് എങ്ങനെയാ ഓർമ്മ ഉണ്ടാവാ? ടോപ്പിക് എഴുതിക്ക്. സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല, ഞാൻ എഴുതാണ്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണ്ട, ഞാൻ എഴുതിയാ മതി. അഭിനവേ ഞാൻ നിർത്താൻ പോവാ. നീ എന്റെ പ്രാഗ്യതൊക്കെ തിരികെടുക്ക്.
തിരിച്ചെടുക്കടാ. എന്നെ പ്രാഗില്ലേ നീ 8 മണിക്ക് നിർത്തുന്ന് പറഞ്ഞിട്ട്? എനിക്കറിയാം. ആ എനിക്കറിയാം. അല്ല ഞാൻ നിർത്തി. എനിക്കറിയാം നിങ്ങൾ എന്നെ പ്രാഗിന്ന്. തനുഷ് നീ അടുത്ത പ്രാവശ്യം വരുമ്പോ മൈക്ക് ശരിയാക്കണേ. നമ്മളെ മിസ്സിനെ പ്രാങ്ക് ചെയ്തല്ല, മിസ് നമ്മളെ പ്രാങ്ക് ചെയ്ത്. ഏയ് മിസ് പ്രാഗില്ല. എടാ തനുഷ് അടുത്ത പ്രാവശ്യം വരുമ്പോ മൈക്ക് സെറ്റ് ആക്കണേ. ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് നിന്നോട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ അടുത്ത പ്രാവശ്യം. എടാ അടുത്ത പ്രാവശ്യം ഏതാ ചാപ്റ്റർ ഏതാ? വെയിറ്റിംഗ് ഫോർ റെയിൻ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ ഏതാ റിവിഷന്? യെസ് മിസ്സിന് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് ദി അൺസ്റ്റോപ്പബിൾ സോൾ സഫർ. മക്കളെ എടാ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാൻ പഠിക്കണ്ട. ആണല്ലേ? എടാ കറക്റ്റ് ആയിട്ട് എഴുതിയോ? ആൻസർ എഴുതിയോ? അല്ല ആൻസർ എഴുതാൻ തുടങ്ങണേ എല്ലാവരും. ബൈ ഗായ്സ്.